പ്രകൃതി അച്ചാറുകൾ ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ് കാര പയ്യന്നൂർ. പയ്യന്നൂരിൻ്റെ രുചിയൂറും പരമ്പരാഗത ഭക്ഷണക്കൂട്ടിലേക്ക് ഒരതിഥി. അതാണ് പ്രകൃതി. മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, ഈത്തപ്പഴം, മീൻ, ചെമ്മീൻ, ബിരിയാണി സ്പെഷ്യൽ അച്ചാറുകൾ. കൂടാതെ തേങ്ങാ ചമ്മന്തിപ്പൊടി, മീൻ, ചെമ്മീൻ ചമ്മന്തിപ്പൊടികൾ, സാമ്പാർ പൊടികൾ, ചിക്കൻ, ഫിഷ്, കറി മസാല പൗഡറുകൾ എല്ലാം പ്രകൃതിദത്തമായ ചേരുവകളിൽ തയ്യാറാക്കിയത്. പ്രകൃതി അച്ചാറുകൾ ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ് കാര പയ്യന്നൂർ. പാർവതി, വയസ്സ് 86. കണ്ണാട് പുതിയ വീട്ടിൽ. മക്കളാ 5 ആള്, 2 ആണും 3 പെണ്ണും. ഈ തറവാട്ടിലെ മൂത്താളാണോ? അതെ. നമ്മളെ മാതാവ് പിന്നെ വിഷ്ണുമൂർത്തി കുളിയൻ നമ്മളെ ഒരു ധർമ്മദൈവമായിട്ട് ആ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെ നമ്മളെ കുടുംബം എല്ലാം ഒന്നിച്ചിട്ടില്ലേ ഒരു 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 ഇതന്നെയാണ് വേണ്ടത്. അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ചാമുണ്ടിയമ്മ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയോ? ചാമണ്ടിയമ്മ ഇവിടെ എങ്ങനെ എത്തിയെന്നറിയോ? ഇവിടെ എത്തിയത് എനിക്കങ്ങനെ ക്ലിയറായിട്ട് അറിയില്ല. നമ്മളെ 2-3 തലമുറ മുന്നേയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം. എത്രയോ തലമുറ മുൻപെയാണിത്. അപ്പോൾ എൻ്റെ തലമുറക്കുള്ള ആളെ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. അത് ആലന്തട്ട മടവാതുക്കാന്ന് ഇവിടുന്ന് 2 അച്ഛന്മാർ, ഇവിടെ 2 പിന്നെ തറവാട്ടിലെ 2 അച്ഛന്മാർ തെയ്യം കാണാൻ പോയ സമയത്ത് ആടുന്ന് വന്നതാണ് എന്നുള്ളൊരു കേൾവിയുണ്ട്. അത്രേ എനിക്കറിയില്ല. അവരെ കൊടയറുള്ളിൽ മൈപ്പീന് മടയറുള്ളിൽ കണ്ടിട്ട് അതെടുത്തിട്ട് കുടക്ക് ഇറക്കിയിട്ട് ഈ വണ്ണാളിൽ അച്ഛൻ്റെ കുടക്ക ഇറക്കിയും അത് ഇവിടെ വീട്ടിൽ അന്ന് വീട് അങ്ങനെയൊന്നും അല്ലല്ലോ, ചെറിയ പുര വീടല്ലേ, പണ്ടത്തെ വീടല്ലേ. പിന്നെ അങ്ങനെ ആ കാലത്ത് കൊണ്ടുവച്ചിട്ട് കുട തുള്ളിയെന്നും ഈ പ്രശ്നം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മടിച്ചാൻ വേണ്ടിയാണെന്നും അങ്ങനെ വലിയൊരു ഐതിഹ്യം ഞാൻ കേട്ടിട്ടുണ്ട്. മൂത്ത തലമുറ ഞാൻ തന്നെ. നമ്മളമ്മ കഴിഞ്ഞതിന് ശേഷം ഞാനാണ്. ഞാൻ 3 മക്കള്, നമ്മളെ മക്കൾ. ഇത് അമ്മേരെ എട്ടീൻ്റെ ഒരു മോൾ, പിന്നെ ഒരു അമ്മേരെ എട്ടീൻ്റെ മോള് ഇവിടെ ഇപ്പുറത്ത് തന്നെ. ഞാൻ മൂത്ത മോള്, പിന്നെ ഒരു അനിയത്തിയുണ്ട്, പിന്നെ അപ്പുറത്ത് വേറെ അനിയത്തിയുണ്ട്. മണ്ണാടിൽ പുതിയ വീടെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ തറവാടാണ്. അച്ഛൻ്റെ തറവാട് അന്നു മുതൽ തന്നെ ഞാനും അച്ഛൻ്റെ തറവാടായിട്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വളർന്ന് ഇവിടെ ജനിച്ച് വളർന്ന ആളാണ് ഞാൻ. ഇവിടെ അന്നു മുതൽ ഇന്നും ഈ 71 വയസ്സ് വരെയും ഈ ദൈവത്തിൻ്റെ ഉത്സവ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛനായിരുന്നു കാലഘട്ടത്തിൽ ഇവിടെ കർമ്മികം എല്ലാം ചെയ്യുക. അച്ഛൻ്റെ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും ആ കാലഘട്ടത്തിലും അച്ഛനെ സഹായിച്ചുകൊണ്ടേ നമ്മൾ ഇരുന്നു. ഇപ്പോൾ ഈ ബ്രഹ്മകലശം ഇതെല്ലാം ഈ സന്ദർഭത്തിൽ ജീർണോദ്ധാരം ചെയ്ത് ബ്രഹ്മകലശങ്ങളെല്ലാം കഴിഞ്ഞ് അതിനുശേഷം നടത്തുന്ന ആദ്യത്തെ കളിയാട്ടമാണ്. കാരിയിൽ മുണ്ടിക്കൽ മടിയൽ ചാമണ്ടി ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ കാലഘട്ടത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചും ഇവിടെ കുടികൊള്ളുന്ന ദേവതാ ചൈതന്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും മറ്റ് അനുഭവസ്ഥരായിട്ടുള്ള വ്യക്തികളുടെ ലേഖനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുറത്തട്ട് എന്ന പേരിൽ ഒരു സോവനീർ പ്രസിദ്ധീകരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടത്തപ്പെട്ടത്. പുറത്തട്ട് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ മടിയിൽ ചാമുണ്ടി ഭഗവതിയുടെ തിരുമുടിയാണ്. തിരുമുടി യഥാർത്ഥത്തിൽ ദേവിയുടെ പ്രഭാവലയത്തെയാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കുടുംബത്തിന് മൊത്തം സംരക്ഷണം നൽകുന്ന ഒന്ന്. ഈ പുറത്തട്ടിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ കുടുംബ ചരിത്രമാണ്, മറ്റൊന്ന് ഈ ദേശചരിത്രമാണ്, മറ്റൊന്ന് ഭഗവതിയുടെ പുരാവൃത്തവും തോറ്റവും മറ്റും ഉൾക്കൊള്ളിച്ച ഒരു റെഫറൻസ് ഗ്രന്ഥം എന്ന രീതിയിൽ തന്നെ ഇത് നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് തയ്യാറാക്കി ഈ നമ്മുടെ തറവാട്ടിൻ്റെ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സോവനീർ നല്ല രീതിയിൽ
പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കുടുംബാംഗങ്ങൾക്ക് എല്ലാവരെയും തമ്മിൽ പരസ്പരം അറിയുന്നതിന് വേണ്ടിയും കൂടുതൽ തറവാട്ടിൻ്റെ ചരിത്രം അറിയുന്നതിനും വളരെ ഉപകാരപ്രദമായ ഒരു മാഗസിനാണിത്. ചെക്കന് കൊടുത്തു. പേരെന്നാ? എത്രയാ പഠിക്കുന്നത്? 3-ലാ. പിന്നെ സഹായിച്ചാരാ? ആരാ സഹായിച്ചത്? എത്രയാ പഠിക്കുന്നത്? 12-ൽ. അപ്പം ശില്പകലയിൽ താല്പര്യമുണ്ട് മുമ്പേ അല്ലേ? ചെറുക്കനാ. അങ്ങോട്ട് പോ. എന്നാ പേര്? മാധവി. എത്ര വയസ്സായി? 80. മൂത്തല്ല, ഏട്ടത്തി മക്കളായിട്ട് ഇങ്ങനെ ഏറിയുണ്ട്. എത്ര പ്രാവശ്യം ഇങ്ങനെ അരി എറിയാൻ വേണ്ടിയിട്ട് ഇടയാക്കി തന്നു?
കുറേ പ്രാവശ്യം